നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കള്ളനും ദൃക്സാക്ഷിയും. തച്ചങ്കരിക്കും ജേക്കബ് തോമസിനുമെതിരെ കടുത്ത പരാമർശങ്ങളുമായി സെൻകുമാർ. പോലീസ് ആസ്ഥാനത്തെ കള്ളനാണ് ടോമിൻ തച്ചങ്കരിയെന്നും രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ തച്ചങ്കരി ഓഫീസിൽ നിന്ന് കടത്തിയെന്നും സ്ഥാനമൊഴിഞ്ഞ മേധാവി. കോടതി ആവശ്യപ്പെട്ടാൽ ഇതിന് തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറെന്നും ടി.പി. സെൻകുമാർ. കേരളത്തിൽ പരിസ്ഥിതി സ്നേഹം പറയുന്ന ജേക്കബ് തോമസ് തികഞ്ഞ ഹിപ്പോക്രാറ്റ്. കർണാടകത്തിൽ മരം വെട്ടിയിട്ടാണ് ജേക്കബ് തോമസ് കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. 2 DGPമാർക്കെതിരെ ആഞ്ഞടിച്ച സെൻകുമാറിന്റെ നീരസത്തിൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും. ചീഫ് സെക്രട്ടറി വൈരാഗ്യബുദ്ധി കാട്ടിയെന്നും ഇവർക്കെതിരെ നിയമ നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും മുൻ പോലീസ് മേധാവി. തച്ചങ്കരിയെക്കുറിച്ചുള്ള സെൻകുമാറിന്റെ കള്ളൻ പരാമർശം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഇറച്ചിവെട്ടുകാരൻ പ്രയോഗത്തിന് തുടർച്ചയായി. പോലീസ് ആസ്ഥാനത്ത് തച്ചങ്കരിയെ നിയമിച്ചത് ന്യൂറോ സർജന് പകരം ഇറച്ചിവെട്ടുകാരനെ നിയമിച്ചതുപോലെയായെന്ന് സെൻകുമാർ പറഞ്ഞത് സ്വകാര്യ ചാനൽ അഭിമുഖത്തിനിടെ. പ്രഹരവും പ്രതീക്ഷയും. പുതിയ നികുതി ഘടന സംബന്ധിച്ച ആശങ്കകൾക്കിടെ ഉൽപ്പന്ന വിലയിലെ മാറ്റം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഇന്ന് പട്ടിക പ്രസിദ്ധീകരിക്കും. പഴയ നികുതിയും GST നികുതിയും വ്യക്തമാക്കുന്ന പട്ടികയിൽ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കാവുന്ന പരമാവധി വിലയും രേഖപ്പെടുത്തും. GST സംബന്ധിച്ച പരാതികൾ പരിഗണിക്കാൻ പ്രത്യേക അതോറിറ്റിക്കും സർക്കാർ തീരുമാനം. ഇന്നലെ പ്രാബല്യത്തിൽ വന്ന നികുതി പരിഷ്കാരം സംബന്ധിച്ച് വിപണിയിലും ഉപഭോക്താക്കൾക്കിടയിലും വിട്ടുമാറാത്ത ആശങ്ക. പല ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് വ്യക്തമാകാത്തതിനാൽ കടകൾ അടച്ചിട്ടും പ്രതിഷേധം. അതേസമയം വില കുറയുമെന്ന് പ്രതീക്ഷിച്ച പലതിനും കടക്കാർ പഴയ വില തന്നെ ഈടാക്കുന്നതായും ആക്ഷേപം. ഉൽപ്പന്ന സേവന നികുതി കേരളത്തിന് മികച്ച തോതിൽ ഗുണകരമാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാനത്തിന്റെ പ്രതിവർഷ നികുതി വരുമാനം നിലവിലെ 10% നിന്ന് 20% ഉയരും. 4 വർഷത്തിനകം കേരളം റവന്യൂ കമ്മിയിൽ നിന്ന് കരകയറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി. ആ മാഡം ആരെന്നു തേടി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ സംഭാഷണത്തിൽ പരാമർശിക്കുന്ന മാഡം ആരെന്നു കണ്ടെത്താനാകാതെ പോലീസ്. സുനി പറയുന്ന കാക്കനാട്ടെ ഷോപ്പ് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രശാലയെന്ന് നിഗമനം. വെള്ളിയാഴ്ച ഇവിടെ നടത്തിയ പരിശോധനയ്ക്ക് തുടർച്ചയായി ഇന്നലെ കാവ്യയുടെ വീട്ടിലും പോലീസ് എത്തിയെങ്കിലും ആളില്ലാതിരുന്നതിനാൽ പരിശോധന നടത്താനാവാതെ മടക്കം. അതിനിടെ പ്രതികൾ കീഴടങ്ങാൻ സഹായം അഭ്യർത്ഥിച്ചതായി ദിലീപിനെ അറിയിച്ച അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. നിയമസഹായം വാഗ്ദാനം ചെയ്തപ്പോൾ മാഡത്തോട് ചോദിച്ച ശേഷം അറിയിക്കാമെന്ന് പ്രതികൾ പറഞ്ഞതായി വെളിപ്പെടുത്തിയത് അഡ്വക്കേറ്റ് ഫെനി. എന്നാൽ ഫെനി പറയുന്ന മാഡം താനല്ലെന്ന് സോളാർ കേസിലെ വിവാദ നായിക സരിത എസ് നായർ. അതേസമയം മുഖ്യപ്രതി പൾസർ സുനിയുടെ മൊഴി അടുത്ത ദിവസം തന്നെ മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തുമെന്ന് സൂചന. ജയിലിൽ വെച്ച് സുനി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയ ജിൻസൺ കഴിഞ്ഞ ദിവസം ഇതേ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചിരുന്നു. സുനിയും മൊഴികളിൽ ഉറച്ചുനിന്നാൽ കേസ് പുതിയ വഴിത്തിരിവിലെത്തുമെന്ന് നിഗമനം. കുപ്പി തുറന്ന് കുടിക്കാലം. ഇടതു മദ്യനയത്തിന്റെ താക്കോലിൽ വീണ്ടും വാതിൽ തുറന്ന് 77 ബാറുകൾ. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 11-ന് ബാറുകൾ തുറന്നതോടെ റീ ഓപ്പണിംഗ് ചിയേഴ്സ് ആഘോഷിച്ച് മദ്യപന്മാർ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 23 പഞ്ചനക്ഷത്ര മദ്യശാലകൾ ഉൾപ്പെടെ ഇന്ന് സംസ്ഥാനത്ത് മദ്യം വിളമ്പുന്നത് 100 ബാറുകൾ. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്ന 3 സ്റ്റാർ 4 സ്റ്റാർ മദ്യശാലകളിൽ പുതുതായി അപേക്ഷ സമർപ്പിച്ചത് ആകെ 81 ബാറുകൾ. സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ച 4 അപേക്ഷകളിലും വൈകാതെ അനുമതി തീരുമാനം. നേരത്തെ അടച്ചുപൂട്ടിയവയിൽ ഏറ്റവും കൂടുതൽ ബാറുകൾക്ക് അനുമതി ലഭിച്ചത് എറണാകുളം ജില്ലയിൽ 20 എണ്ണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.